യൂറോ കപ്പിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ സോക്കർ ടോക്ക് എത്തുന്നു. യൂറോ കപ്പിന്റെ മോഹിപ്പിക്കുന്ന മൈതാനത്തിലേക്ക് ഇനി പ്രീ ക്വാർട്ടർ മത്സരത്തിനായി ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരുങ്ങിക്കഴിഞ്ഞു. പോർച്ചുഗലിന്റെ എതിരാളി സ്ലൊവേനിയയാണ്. ഗ്രൂപ്പ് സിയിലെ 3-ാം സ്ഥാനക്കാരായാണ് സ്ലൊവേനിയയുടെ വരവ്. ഇംഗ്ലണ്ടും ഡെൻമാർക്കും കഴിഞ്ഞ് അതിനു തൊട്ടടിയിലാണ് സ്ലൊവേനിയ സ്കോർ ചെയ്തത്. ഗ്രൂപ്പ് സിയിൽ സെർബിയയായിരുന്നു പുറത്തേക്ക് പോയത്. എന്നാൽ 3-ാം സ്ഥാനക്കാരായി വന്നവർക്ക് ഇനി ഗ്രൂപ്പ് എഫിലെ 1-ാം സ്ഥാനക്കാരുമായാണ് മത്സരം. അഥവാ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് പോർച്ചുഗലിന്റെ വരവ്. ആദ്യ 2 മത്സരങ്ങളിലും ജയിച്ച് 6 പോയിന്റുകൾ നേടി അവസാന മത്സരത്തിന് ബി ടീമുമായാണ് പോർച്ചുഗൽ എത്തിയത്. എന്നാൽ ജോർജിയക്കെതിരെ ഇറങ്ങിയ മത്സരത്തിൽ തോൽക്കുകയായിരുന്നു പോർച്ചുഗൽ. മറുപടിയില്ലാത്ത 2 ഗോളിന് തോറ്റ മത്സരത്തിൽ സൂപ്പർ താരങ്ങളെല്ലാം ബെഞ്ചിലായിരുന്നു. പക്ഷെ ക്രിസ്ത്യാനോ റൊണാൾഡോ കളത്തിലുണ്ടായിരുന്നു. എങ്കിലും വിജയിക്കാൻ കഴിഞ്ഞില്ല. 3 മത്സരങ്ങളിൽ നിന്ന് 1 ഗോൾ പോലും ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഇതുവരെ നേടാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ പ്രീ ക്വാർട്ടറിൽ അത് പ്രതീക്ഷിച്ച് തന്നെയാണ് ആരാധകരുടെയും കാത്തിരിപ്പ്. എന്നാൽ തുർക്കിക്കെതിരെ നടന്ന മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മനോഹരമായ ഒരു അസിസ്റ്റ് ഉണ്ടായിരുന്നു. മത്സരത്തിൽ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്ക് പോർച്ചുഗൽ വിജയിച്ചിരുന്നു. പ്രീ ക്വാർട്ടറും കടന്ന് ക്വാർട്ടറിലേക്ക് കടക്കാൻ തന്നെയാണ് പോർച്ചുഗലിന്റെ വരവ്. 2016 ആവർത്തിക്കാൻ തന്നെയായിരിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും ഇത്തവണയും എത്തിയിരിക്കുന്നത്. പോർച്ചുഗലിന്റെ അറ്റാക്കിംഗ് ശൈലിയിൽ ഇനി മാറ്റമുണ്ടാകുമോ എന്നറിയില്ല. എങ്കിലും സ്ലൊവേനിയയുടെ വല നിറക്കാൻ തന്നെയായിരിക്കും പോർച്ചുഗൽ നിരയിറങ്ങുക. കാത്തിരിക്കാം. ഫുട്ബോളിന്റെ പുതിയ അപ്ഡേറ്റ്സുകളുമായി സോക്കർ ടോക്ക് വീണ്ടും എത്തും.